വെൽക്കം ടു അവർ ചാനൽ. പറ. അത് നമ്മളെ കൊണ്ടുവെക്കൂല. ഞാനും വരുന്നു. ഓ സോറി, നാണം വരുന്നേ എൻ്റെ കൊച്ചിന്. അതൊക്കെ പോട്ടെ. അപ്പം നമ്മൾ ഇന്ന് വന്നേക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പം ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുക ഒരാളെ മേക്കപ്പ് ചെയ്യുക. ബ്ലൈൻഡ് ഫോൾഡൊക്കെ ചെയ്ത് മേക്കപ്പ് ചെയ്യുക. അപ്പം നമ്മൾ അങ്ങനെയൊന്നുമില്ല. ഇപ്പം പിന്നെ വേറെ അമ്മമാർക്ക് ചെയ്ത് കൊടുക്കുക. എല്ലാവരുടെയും മക്കൾ ഭയങ്കര വലുതാണ്. എനിക്ക് ഇത്രയേ ഉള്ളു. ഇവൻ ചെയ്യും എന്നെ മേക്കപ്പ് ഇട്ട് തരുമോ അമ്മയെ? കരി എല്ലാവർക്കും വരച്ചു തരുമോ? സുന്ദരിയാക്കി തരുമോ? ഭയങ്കര കോൺഫിഡൻസോടെ ഇരിക്കണം. ആ കോൺഫിഡൻസ് എനിക്കില്ല. കുളിച്ചിട്ടൊക്കെ വന്നേ ഉള്ളു. രണ്ടുപേരും കൂടി ഇവിടെ ഇരി. കരിയൊക്കെ വരച്ച് ജസ്റ്റ് ഇവിടെ ഭയങ്കര ബഹളമായിരുന്നു. ആകെ പോട്ടെ. അപ്പോഴും ഇതാണ് എൻ്റെ മേക്കപ്പ് ബോക്സ് പൗച്ച് എന്തും പറയാം. കുറേ സാധനങ്ങളുണ്ട്. ഇടാത്തതാണ് കൂടുതലുള്ളത്. കാരണം എക്സ്പീരിയൻ ഡേറ്റ് കഴിഞ്ഞത് ഇത് വെച്ചേക്കുന്നു. അത് നമുക്ക് എന്തെങ്കിലും എക്സ്പെരിമെൻറ്റ് ചെയ്യാമല്ലോ. ഫൗണ്ടേഷൻ ഒന്നും ഇടാറില്ല. ജസ്റ്റ് ഒരു 4-in-1 പ്രൈമറുണ്ട്. അതിനകത്ത് എല്ലാം ഉണ്ട്. ഞാൻ അതിട്ട് സൂപ്പറാണ്. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ഞാൻ റീഫിൽ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഓക്കെ നിൽക്കുക ആ അപ്പം അത് ഞാൻ റീഫിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ സൺസ്ക്രീൻ ഇടും. ഇത് മാത്രമേ ഇടത്തുള്ളൂ, വേറെ ഒന്നും ഇടത്തില്ല. വേറെ കാര്യം അപ്പം ഇതൊക്കെ അവന് കൊടുക്കാം. കരിയൊന്നും കൊടുക്കുന്നില്ല. വരയ്ക്കാൻ അറിഞ്ഞൂടാ. ഈ കരിയാണ് ഇരിക്കുന്നത്. വരയ്ക്കാൻ അറിഞ്ഞൂടാ, കൊടുക്കുന്നില്ല. പിന്നെ കണ്ണ് ഞാൻ എഴുതത്തില്ല. മീൻസ് കണ്ണിൻ്റെ അകത്ത് ഐലൈനർ വെച്ചാണ് ഞാൻ എഴുതുന്നത്. കരി എഴുതുമ്പോൾ എനിക്ക് കണ്ണെപ്പോഴും നിറഞ്ഞുകൊണ്ടിരിക്കും. ഇതിലുണ്ട് വല്ലപ്പോഴും ആ വർഷത്തിൽ 1 വട്ടം 2 വട്ടം അങ്ങനെ എഴുതിയാലോ അതിൽ കൂടുതൽ എഴുതിയിട്ട് എനിക്ക് കണ്ണിന് ശരിയാവത്തില്ല. പക്ഷെ എൻ്റെ അതും ഉണ്ട്. അതും കൊടുക്കാൻ എനിക്കൊരു പേടി. എൻ്റെ മുഖം കുളമാക്കത്തില്ലേ ചിലപ്പോൾ. ഇതൊക്കെ പൈസ കൊടുത്ത് വച്ചേക്കുന്നതല്ലേ. ആക്കപ്പെട്ടെ. അപ്പം ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന സാധനങ്ങൾ അപ്പം ഞാൻ കൊടുക്കുന്നതെന്ന് വെച്ചാൽ സൺസ്ക്രീൻ കൊടുക്കുന്നില്ല. അതിൻ്റെ 3-in-1 ഉണ്ട്. 3-in-1 തന്നെ. 3-in-1 അല്ല, സൺസ്ക്രീൻ, ഹൈലൈറ്റർ, അങ്ങനെ എന്താ സ്ട്രോബി. ഈ ഒരു സാധനം ഞാൻ കൊടുക്കുന്നു. പിടിച്ചോ. നല്ല ഗ്ലോ കിട്ടും. പിന്നെ ഈ ഒരു ലിപ്സ്റ്റിക്കും കൊടുക്കുന്നുണ്ട്. കുറേ സാധനങ്ങളുണ്ട്, തപ്പിയെടുക്കണം. ഈ ഒരു ലിപ് ലൈനറും കൊടുക്കുന്നുണ്ട്. ഇതൊന്നും ഞാൻ യൂസ് ചെയ്യാൻ കണ്ടിട്ടുണ്ട്. അവൻ അതേ കണക്ക് സ്വന്തമായിട്ട് ഇവിടെ വന്നിരുന്നു. അവൻ സ്വന്തമായിട്ട് ഇത് വെച്ചല്ല, കൈ വെച്ച് തന്നെ ഇങ്ങനെ കാണിക്കാറുണ്ട്. ആ ഒരു മെന്റാലിറ്റിയിൽ കൊടുക്കേണ്ടിട്ട് തന്നാൽ മതിയായിരുന്നു. ഇനി ഇത്രയും കൊടുക്കുന്നുള്ളൂ. കരിയൊന്നും കൊടുക്കുന്നില്ല. കൊടുക്കണോ? ഇനി കൊടുക്കണമെന്നൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യും. അടുത്ത വീഡിയോ നമുക്ക് അതൊക്കെ ചെയ്യാം. ഫുൾ മേക്കപ്പ് സെറ്റ് അവൻ്റെ കൊടുക്കണം. അത് എന്തിനാണെന്ന് വെച്ചാൽ ചെയ്യട്ടെ. തൽക്കാലം നമുക്ക് ഇത്രയും സെറ്റപ്പിൽ ചെയ്യാം. അമ്മയ്ക്ക് ഇട്ട് തരുമോ? അത് ഇതിട്ട് തരണേ. ഇതിങ്ങനെ എടുത്തിട്ട് കയ്യിൽ കുറച്ചെടുക്കണം. അതുകൊണ്ട് ഇത് കുത്തണം. കുത്തിയിട്ട് അമ്മയ്ക്ക് ഇങ്ങനെ ഓരോ കുത്തിട്ട് തേച്ച് തരണം. ഓക്കെ, അമ്മ എടുത്ത് തരാം. അവിടെ ഇരുന്നിട്ടോ. കരിയല്ല, മുഖം മൊത്തത്തിൽ ഇട്ട് ഇവിടെയൊക്കെ ഇട്ടതാ. തീർന്നെങ്കിൽ എത്തി കൊടുത്തേ. നെറ്റിയിലൊക്കെ ഇട്ട് തന്നെ. ഞാൻ അവസാനം അറിയാം എങ്ങനെ ഇരിക്കുമെന്ന്. താടിയിലൊക്കെ ഇട്ടതാ. മൊത്തത്തിൽ ഇട്ടതാ. തീർന്നോ? ഇനി തേക്ക്. കൈ വെച്ച് തേക്ക്. അങ്ങനെയല്ലേ, ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ തേച്ചതാ. മൊത്തത്തിൽ തേച്ചതാ. തേക്ക്, ഇങ്ങനെ തേക്ക്. ഇങ്ങനെ തേക്കടാ. ഇത് മൊത്തത്തിൽ ഇനി ഞാൻ തന്നെ ഇടണോ എന്തോ. ഇങ്ങനെ തേക്ക്. ഇവിടെ തേക്ക്. പിരിയത്തൊക്കെ ഇരിക്കൂലേ? ഓക്കെ. ഇത് എന്തിനാന്നറിയോ? എന്തിനാണ്? പേനയല്ല, ചുണ്ടി ഇട്ടതാ. ആ കൈ വെച്ചല്ലേ.
ആ ഇത് വെച്ചില്ലേ ചുണ്ടി വരച്ച വരാ ചുണ്ടി വരച്ചാണ് ചുണ്ടി വരച്ച അല്ല ചുണ്ടില്ലേ ചുണ്ടി വരച്ച ഇങ്ങനെ ഇങ്ങനെ അല്ലേ ഇങ്ങനെ വരച്ച വരച്ച ഇങ്ങനെ വരക്കടാ ഇങ്ങനെ മുകളിലും താഴെയൊക്കെ വരക്ക് വരക്ക് മുകളിലൊക്കെ വരക്ക് വരച്ച ഇവിടെയൊക്കെ പറ്റിയെന്നുള്ളത് നല്ലോണം മനസ്സിലായി വരച്ച ഇതെന്തിനാണ് ഇതെന്തിനാണ് ചുണ്ടിലിട ലിപ്സ്റ്റിക്ക് ഇട്ട് ചുണ്ടില് 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 ഇനി എങ്ങനെ ആക്കണം ചുണ്ട് പക്ഷേ കയ്യിൽ പറ്റിക്കില്ലേ അയ്യേ പൊന്നെ കയ്യിലൊന്നും പറ്റിക്കില്ലേ പൊന്നെ ഞാൻ കണ്ണാടി നോക്കട്ടെ കൊള്ളാമോ ഇല്ലേന്ന് ആ വരക്ക് നീ വരക്കണ്ട നമുക്ക് ഇനി അവനെയും വരച്ചു കൊടുക്കാം കേട്ടോ ഒരു ദിവസം അവന് തൊര വരച്ച് എന്നെ കുളമാക്കായി പൊട്ടിട്ട് ഞാൻ എടുത്തു തരാം കയ്യിൽ സ്ട്രോങ് സൺസ്ക്രീനിന്റെ ഫുള്ള് ഗ്ലോ ഇട്ട് അവിടെയാണ് പൊട്ടിയിടുന്ന പൊട്ട് ഞാനിടാ ഇതെന്തൊരു പൊട്ട് വരൂലേ കയ്യിന്ന് വീണ സുന്ദരിയായ ഇല്ല തീർന്ന് ഇനി ഞാൻ കണ്ണാടിയിൽ നോക്കാം അപ്പൊ കണ്ണാടി എടുത്തിട്ട് വന്ന് നമുക്ക് നോക്കാം ഇവിടേക്ക് എന്തിന് പക്ഷെ കൊള്ളാം ഭയമില്ല ഇത് താഴത്തെങ്ങ് വായിച്ചു പറഞ്ഞ ഓക്കെ എങ്ങനെ ഓക്കെ അങ്ങനെ ആക്കണമായിരുന്നോ നീ പറഞ്ഞില്ലല്ലോ എങ്ങനെ ഓക്കെ ഇതിനായാലും മുഖം കഴിയണം മേക്കപ്പ് വേണമെങ്കിൽ കുറച്ച് അടുത്തോട്ട് കാണാം ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു തുടച്ച് കളഞ്ഞു ഭയങ്കര പക്ഷേ ഈ സാധനം സൂപ്പറാണ് നല്ല ഗ്ലോ ഉണ്ട് കൊള്ളാമോ അപ്പോൾ ടാറ്റാ ഇനിയും ഇങ്ങനത്തെ കുറേ ചലഞ്ചസ് ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ കമൻറ്റ് ചെയ്യുക ഓക്കെ ബൈ